ചെറിയ പുല്ലാര ശ്രീനാരായണ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കൗൺസിലർമാരെ ആദരിക്കുന്ന ചടങ്ങും ഇതോടനുബന്ധിച്ച് നടന്നു. കൊച്ചി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സമിതി പ്രസിഡന്റ് KP സത്യദേവൻ അധ്യക്ഷനായി. ചെറിയ പുല്ലാര ശ്രീനാരായണ ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും ശ്രീനാരായണ ഭജന സമിതി ഹാളിൽ നടന്നു. ഇതോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കൗൺസിലർമാരെ ആദരിക്കലും നടത്തി. കൊച്ചി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. മലയാളികൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് എല്ലാ മതത്തിലും ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം നേടുവാൻ അല്ലെങ്കിൽ ആർജിക്കുവാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു നാട്ടിലാണ് ശ്രീനാരായണ ദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടിച്ച് ശക്തരാവുക. സമിതി പ്രസിഡന്റ് KP സത്യദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റിട്ടയർഡ് സൂപ്രണ്ടന്റ് ഡോക്ടർ PB പ്രസാദ് ലഹരി വിരുദ്ധ സന്ദേശവും കൗൺസിലർമാരെ ആദരിക്കലും നടത്തി. എന്താണ് ലഹരി മരുന്നെന്ന് പറയുന്നത്? സാധാരണ മരുന്നെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് രോഗാവസ്ഥയിലായി കഴിയുമ്പോൾ ആ വ്യക്തിയെ പരിപൂർണ ആരോഗ്യവാനാക്കി മാറ്റുന്ന വസ്തുക്കളെയാണ് നമ്മൾ മരുന്നുകൾ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ വസ്തുക്കൾ ലഹരി മരുന്നുകളാകുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ ലഹരി മരുന്നുകളെല്ലാം മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടർമാരെ രോഗികളിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതായത് കൊക്കൈൻ ആയാലും പെത്തിലിൻ ആയാലും മോർഫിൻ ആയാലും MDMA ആയാലും ഇത് ക്യാൻസർ രോഗികളിൽ, അതുകൂടാണ്ട് തന്നെ മാനസിക വിഭ്രാന്തികളുടെ രോഗികളിലും ഉപയോഗിക്കുന്നതാണ്. MDMA നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഒരു മരുന്നാണ്. അതായത് ഡ്രഗ് മിസ്യൂസ് ആക്ട് പ്രകാരം അത് നിരോധിച്ചിരിക്കുന്ന മരുന്നാണ്. പക്ഷേ ഈ MDMA ലീഗലായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, കാനഡ. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയോട്ടും കാനഡയിലോട്ടും നമ്മുടെ മക്കള് ഓടിപ്പോകുന്നതിന് ഈ സ്ഥലങ്ങളിൽ ഇന്നും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പല രോഗങ്ങളും പേര് ഞാൻ പറയുന്നില്ല, പല പല രോഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. സരസ്വതി മെറ്റൽ വർക്ക് MD VK പ്രകാശൻ ക്യാഷ് അവാർഡ് വിതരണവും 19ാം ഡിവിഷൻ കൗൺസിലർ PR രചന, 20ാം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് PS വിജു എന്നിവർ പുസ്തക വിതരണവും നിർവഹിച്ചു. സാഹിത്യകാരൻ PS പ്രമോദ്, ദീപം പള്ളുരുത്തി പ്രസിഡന്റ് MH കബീർ, സമിതി സെക്രട്ടറി KV സുധീർ രാജ്, വൈസ് പ്രസിഡന്റ് പ്രേമൻ, മണി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. വളരെ ആശങ്കയുള്ളതാണ് ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന് മാതാപിതാക്കളും അതുപോലെ കുട്ടികളും ഒരുപാട് ബോധവൽക്കരണം അവർക്ക് ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.